Hello and welcome to today's video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയസ്പോറയാണ്. സോ ഇറ്റ്സ് ആക്ച്വലി എ മെയിൻ ടോപ്പിക് ഇൻ MSOE 00. So we'll start with just the definition of what is diaspora and how can we classify them. Later on in further videos we will discuss the different types. So without much delay, let's get started. ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. Thank you. So first we'll see what is a diaspora. Diaspora is actually is derived from a Greek word dia and spiro. Dia എന്ന് വെച്ചാൽ over, spiro means to sow. So in short നമ്മൾ കൃഷി ചെയ്യുമ്പം നെല്ല് വിതറുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ചിതറിപ്പോവുക എന്നുള്ള അർത്ഥത്തിൽ. So the term diaspora comes from an ancient Greek word meaning to scatter about, and that's exactly what the people of a diaspora do. They scatter from their homeland to places across the globe, spreading their culture as they go. അപ്പം ഒരു കൺട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൽ നിന്ന് പല കാരണങ്ങളാൽ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവർ ജനിച്ചു വളർന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ആ കൾച്ചറും കൂടി അവർ കൊണ്ടുപോകുന്നു. സോ ദാറ്റ് പുതിയ സ്ഥലത്ത് അവർ ആ കൾച്ചറിനെ എക്സിബിറ്റും കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയസ്പോറ എന്നുള്ളൊരു കോൺസെപ്റ്റിന് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആൾക്കാർ ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ പുതിയ സ്ഥലത്ത് അവരവരുടെ കൾച്ചേഴ്സ്, അവരുടെ എത്നിക് ഗ്രൂപ്പിൻ്റെ എല്ലാ ക്വാളിറ്റീസും അവരവിടെ പ്രകടമായി കാണിക്കുന്നു. സോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്, ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു കൾച്ചറിനെയാണ് നമ്മൾ ഡയസ്പോറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് തോന്നുന്ന ഡൗട്ടാണ്, എന്തിനായിരിക്കും ഇങ്ങനൊരു മൈഗ്രേഷൻ അല്ലെങ്കിൽ എന്തിനായിരിക്കും ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്? അതിൻ്റെ റീസൺസ് നമുക്ക് ഒബ്വിയസ്ലി അറിയാം അല്ലേ. പക്ഷെ നമ്മൾ ജനറലി ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് രണ്ട് റീസൺ ആയിട്ടാണ് മെയിൻലി പറയുന്നത്. ഒന്നെങ്കിൽ ഫോഴ്സ്ഡ് റീസൺ ആവാം അല്ലെങ്കിൽ വോളണ്ടറി റീസൺ ആകാം അല്ലേ. ഫോഴ്സ്ഡ് റീസൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺട്രിയിൽ നിന്ന് അവരെ പണ്ട് അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ അമേരിക്കൻ്റെ കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അവർ സ്ലേവറിയുടെ ഭാഗമായിട്ട് അവരെ ഫോഴ്സ്ഫുള്ളി, അവരുടെ ഇഷ്ടത്തിനല്ല മറിച്ച് ഫോഴ്സ്ഫുള്ളി ആയിരുന്നു അവരെ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് കടത്തിയിരുന്നത്. സോ ദാറ്റ്സ് അണ്ടർ ഫോഴ്സ്ഡ് കാറ്റഗറി. അതേസമയം വേറെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറയുമ്പോൾ എനിക്കിപ്പം ഈ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് പോകണം എന്ന് ഞാനും എൻ്റെ ഫാമിലിയും അല്ലെങ്കിൽ എൻ്റെ നെയ്ബർഹുഡും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഡിസൈഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വോളണ്ടറി മൈഗ്രേഷൻ. പക്ഷേ ഈ വോളണ്ടറി മൈഗ്രേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ്ഡ് ആണെന്ന് പറയാം. എങ്ങനെ? യെസ്, അത് പോകുന്ന വോളണ്ടറി മൈഗ്രേഷനും അതിൻ്റേതായ റീസൺസ്, ഫോഴ്സ്ഡ് റീസൺസ് ഉണ്ട്. ലൈക്ക് പോവർട്ടി ഒരു റീസൺ ആവാം, എക്കണോമി, ഇവിടുത്തെ എക്കണോമിക് സ്റ്റേറ്റസ് ശരിയല്ലാത്തത് കൊണ്ടാവാം ആ പെർട്ടിക്കുലർ ആൾ അല്ലെങ്കിൽ ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ലയബിലിറ്റീസ്, എനിക്ക് ഈ കൺട്രിയിലുള്ള കടങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്റ്റേറ്റസ്, സ്റ്റാൻഡേർഡൈസ്ഡ് ലിവിങ് ഇതൊന്നും കിട്ടാത്തത് കൊണ്ടും എനിക്ക് മനസ്സോടെ ഈ കൺട്രിയിൽ നിന്ന് പോകേണ്ടി വരാം. സോ ദാറ്റ് ഈസ് ഓൾസോ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ സബ്സെറ്റ്. അപ്പോൾ ഈ വോളണ്ടറി ആണെങ്കിൽ പോലും നമുക്കതിനെ എന്ത് പറയാം, ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷൻ്റെ സബ്സെറ്റാണെന്ന് പറയാം. കാരണം എന്താ, മനസ്സോടെ പല റീസൺ കാരണമാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ കംപ്ലീറ്റ്ലി വോളണ്ടറി ആയിട്ടുള്ളതുമുണ്ട്. ഫോർ എക്സാമ്പിൾ ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ പൈസ സമ്പാദിക്കാൻ വേണ്ടിയൊക്കെ കൺട്രി വിട്ടു പോകുന്ന ആൾക്കാരും ഉണ്ട്. സോ അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി വോളണ്ടറി ഡിസിഷൻ അല്ലെങ്കിൽ വോളണ്ടറി മൈഗ്രേഷൻ ആണെന്നും പറയാം. സോ ഫോഴ്സ്ഡും ഉണ്ട്, വോളണ്ടറിയും ഉണ്ട്. അതിൽ വോളണ്ടറിയിൽ തന്നെ ചില കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ്ഡിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ ഡയസ്പോറിക് കണ്ടൻറ്റ് അതിൽ വരുന്ന എപ്പോഴാണ്? ഈ മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഹോം ലാൻഡിനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ തിരിച്ചു പോകണം അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനോടുള്ള അവരുടെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഇഷ്ടം കാരണം അവർ ചെന്നെത്തിയ സ്ഥലത്തും അത് കാണിക്കാൻ തുടങ്ങുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ കൈൻഡ് ഓഫ് ഒരു മാറ്റത്തെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു
കൈൻഡ് ഓഫ് കൾച്ചറൽ ഫോർമേഷനെയാണ് നമ്മൾ ഡയസ്പോറ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനൊരു മൈഗ്രേഷൻ പ്ലസ് അവർക്ക് അവരുടെ കൾച്ചറിനോടുള്ള ഇഷ്ടവും കാരണം ഉണ്ടാകുന്ന ഒരു ഫോർമേഷൻ, ഒരു ഗ്രൂപ്പ് ഫോർമേഷനെയാണ് നമ്മൾ ശരിക്കും ഡയസ്പോറ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ മൈഗ്രേഷൻ ഉണ്ടായാൽ പോരാ, വെറുതെ കൾച്ചറൽ എക്സിബിറ്റ് കാണിച്ചാൽ പോരാ, പക്ഷേ മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാർക്ക് അവരുടെ ഹോം ലാൻഡിനോടുള്ള ഇഷ്ടം കാരണം, ആ കണക്ഷൻ കാരണം ഉണ്ടാവുന്ന ആ കൾച്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിസത്തിനെയാണ് നമ്മൾ ഡയസ്പോറ എന്ന് വൈഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയസ്പോറനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ഒന്ന് കോഹൻ്റെ ആണ്. കോഹൻ അഡോപ്റ്റ്സ് എ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആൻഡ് കാറ്റഗറൈസ് ഡയസ്പോറാസ് ഇൻ ടു 5 ബേസ്ഡ് ഓൺ ദ ഫോഴ്സ് ദാറ്റ് ലീഡ്സ് ടു ഡിസ്പേർഷൻ. അപ്പം ഈ ഒരു കൺട്രിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകാനുണ്ടായ കാരണത്തിൻ്റെ ബേസിസിൽ കോഹൻ എന്ന് പറയുന്ന ഒരു തിങ്കർ ഡയസ്പോറനെ 5 ക്ലാസിഫൈ ചെയ്യുന്നു. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ഓർത്തിരിക്കാൻ VTCIL എന്ന ലെറ്റേഴ്സ് ഓർത്ത് വെക്കുക. VTCIL. സോ 1 is victim, trade, cultural, imperial and labor. ഇപ്പോൾ വിക്ടിം എന്ന് പറയുമ്പം ആഫ്രിക്കൻ അമേരിക്കൻ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ഓർത്താൽ മതി അല്ലേ. സ്ലേവറിയുടെ ഭാഗമായിട്ട് മനസ്സോടെ വിക്ടിംസ് ആയിട്ടാണ് അവിടുത്തെ ഈ ആഫ്രിക്കൻസിനെ അവരുടെ കൺട്രിയിൽ നിന്ന് മാറ്റിയത് അല്ലെങ്കിൽ കടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ആ മൈഗ്രേഷൻ വാസ് ബേസ്ഡ് ഓൺ വിക്ടിമൈസേഷൻ. രണ്ടാമത്തേത് ട്രേഡ്. ചൈനീസ് അവരുടെ ട്രേഡിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രേഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല കൺട്രീസിലേക്ക് പോയി. സോ അത് ട്രേഡ് എന്ന ക്ലാസിഫിക്കേഷനിൽ വരാം. പിന്നെ കരീബിയൻ എന്ന് പറഞ്ഞ കൾച്ചറൽ ഡിഫറൻസസ് കാരണം അവർ താമസിച്ചിരുന്ന കൺട്രിയിൽ അവർക്കുണ്ടായിരുന്ന ചെറിയ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അവിടെ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടായി. സോ അത് കാരണം അവർ വിട്ടുപോയി. സോ ആ ഒരു കാറ്റഗറി അങ്ങനെ പറയാം. പിന്നെ ഇമ്പീരിയൽ എന്ന് പറയുമ്പം എന്താ പറയുക, ഭരിക്കാനുള്ള ഒരു ആഗ്രഹം കാരണം പല കൺട്രീസിൽ ചെന്ന് ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി. സോ അങ്ങനെ ബ്രിട്ടീഷുകാർ പല കൺട്രീസിലും പോകേണ്ടി വന്നു. ഈവൻ ഇന്ത്യയിൽ പോലും അവർ വന്നു. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് അനദർ ഡയസ്പോറ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ലേബർ വിച്ച് ഇസ് ഇന്ത്യൻ. അപ്പം ലേബറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആൾക്കാർ പല കൺട്രീസിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഇവിടെ വരുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ആ ക്ലാസിഫിക്കേഷനിൽ പെടുത്താം. സോ കോഹൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിസിലാണ്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റീസൺ ഫോർ ദാറ്റ് ഡിസ്പേർഷൻ. മൈഗ്രേറ്റ് ചെയ്യാനുണ്ടായ കാരണത്തിൻ്റെ ബേസിസിൽ നടത്തിയ ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് ഏത് തിങ്കറാണ് നടത്തിയത്? കോഹൻ എന്ന് പറയുന്ന തിങ്കർ. സോ ഇത് VTCL, വിക്ടിം, ട്രേഡ്, കൾച്ചറൽ, ഇമ്പീരിയൽ, ലേബർ. അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വാസ് ഡൺ ബൈ ഗബ്രിയൽ ഷാഫർ എന്ന് പറയുന്ന തിങ്കറാണ്. അദ്ദേഹം 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് ലിങ്കേജിൻ്റെ ബേസിസിലും ഒന്ന് ഏജിൻ്റെ അതായത് എത്ര പഴക്കമുള്ള ഡയസ്പോറ എന്ന ബേസിസിലുമാണ് 2 ക്ലാസിഫിക്കേഷൻ അദ്ദേഹം നടത്തിയത്. സോ ഫസ്റ്റ് നമുക്ക് ലിങ്കേജ് ബേസ്ഡ് നോക്കാം. ലിങ്ക്ഡ് ഡയസ്പോറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ കൺട്രിയിൽ ചെന്നിട്ട് അവരുടെ ഓൺ എത്നിക് ഗ്രൂപ്പ്, അതായത് അവർക്ക് അവരുടേതായ കൾച്ചറൽ ഇഷ്ടം കാരണം അവർ അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിന് ഒരു വേറൊരു ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് കൊണ്ടുവന്ന ടൈപ്പ് ഓഫ് ഡയസ്പോറ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിങ്ക്ഡ് ഡയസ്പോറ. അപ്പോൾ പുതിയ കൺട്രിയിൽ എത്തിയെങ്കിലും അവരുടെ പഴയ കൺട്രിയിലെ ആചാരങ്ങളും കൾച്ചറും ഒക്കെ അവർ പുതിയ കൺട്രിയിലും ഫോളോ ചെയ്ത് അതിനൊരു എന്താ പറയുക അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാക്കി തന്നെ മാറ്റാൻ അവർക്ക് സാധിച്ചു. സോ ദാറ്റ് ഈസ് കോൾഡ് ലിങ്ക്ഡ് കാറ്റഗറി. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ജൂയിഷ് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ജൂയിഷ് പീപ്പിൾ പല കൺട്രീസിൽ പോയെങ്കിലും അവർ അവരുടേതായ ആചാരങ്ങളും കൾച്ചറും ഒക്കെ അപ്പോഴും ഫോളോ ചെയ്തിരുന്നു. അത് വൈഡ്ലി ആക്സെപ്റ്റഡും ആയിരുന്നു. സോ അങ്ങനത്തെ ഒരു അധികാരം അവർക്ക് അവിടെ ഉണ്ടായി. സോ ദാറ്റ് ഈസ് ലിങ്ക്ഡ്. സെക്കൻഡ് നോൺ ലിങ്ക്ഡ് എന്ന് പറയുമ്പം അത് സാധിക്കാതെ പോയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ സാധിക്കാതെ പോയ ഡയസ്പോറാസ്. സോ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാലസ്റ്റീനിയൻസ്, കുർദ്സ്, സീഖ് എക്സെട്ര ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ അത് 1 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ലിങ്കേജിൻ്റെ ബേസിസിൽ ഷാഫർ തന്നെ ഈ ഡയസ്പോറയുടെ പഴക്കത്തിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. സോ ഒന്ന് ഹിസ്റ്റോറിക്കൽ, മോഡേൺ ആൻഡ് ഇൻസിപ്പിയൻറ്റ്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നതും അതേസമയം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയസ്പോറാസ് ആണ്. സോ അതൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂയിഷ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജൂയിഷ്, ചൈനീസ് ഡയസ്പോറ ഒക്കെ അങ്ങനത്തെ ഡയസ്പോറയാണ്. അതായത് പുതിയ കൺട്രിയിൽ എത്തിയെങ്കിലും അവർ അവരുടെ കൾച്ചറും
ഒക്കെ ഭയങ്കര റൂട്ടഡ് ആയിരുന്നു. അങ്ങനെ അവർക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റി. പ്ലസ് ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏജ് ബേസ്ഡ് ആണ്. അപ്പം ഒന്ന് ഹിസ്റ്റോറിക്കൽ, ഒത്തിരി പഴയതും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഡയസ്ഫോറാസ്. രണ്ടാമത്തേത് മോഡേൺ ഡയസ്ഫോറയാണ്. അത് 17th സെഞ്ച്വറിക്ക് ശേഷം രൂപപ്പെട്ട എല്ലാ ഡയസ്ഫോറയും ഷാഫർ ക്ലാസിഫൈ ചെയ്തത് മോഡേൺ ആയിട്ടാണ്. അതിന് എക്സാമ്പിൾ ഇറ്റാലിയൻ, പോളിഷ് ഡയസ്ഫോറാസ് ആണ്. മൂന്നാമത്തേത് ഇൻസിപ്പിയൻറ്റ്. ഇൻസിപ്പിയൻ്റ് എന്ന് പറയുന്നത് മോഡേൺ തന്നെയാണ്, 17th സെഞ്ച്വറിക്ക് ശേഷം വന്ന ഡയസ്ഫോറാസ് തന്നെയാണ്. പക്ഷേ ആ ഡയസ്ഫോറസിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പുതിയ ഹോസ്റ്റ് കൺട്രിയിൽ, അതായത് പുതിയത് ഈ മൈഗ്രേറ്റ് ചെയ്ത് ചെന്നെത്തിയ കൺട്രിയിൽ ഇവരെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം സ്ലോലി അത് മോഡിഫൈ ആയി. ആ കൾച്ചറും എത്നിസിറ്റിയും അവരുടെ ആചാരങ്ങളും എല്ലാം മോഡിഫൈ ചെയ്ത് സംവാട്ട് ആ ഹോസ്റ്റ് കൺട്രിയുടെ ആചാരങ്ങളുമായിട്ടൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു മിക്സ് രൂപത്തിലായി. സോ അതിനെയാണ് ഇൻസിപ്പിയൻറ്റ് എന്ന് പറയുന്നത്. സോ ഹിസ്റ്റോറിക്കൽ, മോഡേൺ, ഇൻസിപ്പിയൻറ്റ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഇത്രയും ബേസിക് ക്ലാസിഫിക്കേഷൻസ് എങ്കിലും ഓർത്തിരിക്കുക. എന്തിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയതെന്നും ഓർത്തിരിക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി എനഫ് ടു റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ. ഡയസ്ഫോറ എന്താണെന്നും അതിൻ്റെ ബേസിക് ഐഡിയയ്ക്കും ഇത്രയും എഴുതിയാൽ മതിയാകും. ഓക്കെ. പിന്നെ എക്സാമ്പിൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡയസ്ഫോറ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഏജിനെ ബേസ് ചെയ്ത് മോഡേൺ ഡയസ്ഫോറയും ഇൻസിപ്പിയൻറ്റ് ഡയസ്ഫോറയുടെ എക്സാമ്പിൾസ് ഉണ്ട്. അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next video. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.